അനിമി ക്യാരക്ടേഴ്സിൻ്റെ രൂപത്തിൽ അവരുടെ വേഷം കെട്ടി സിമൻറ്റിംഗ് സ്ട്രീറ്റിലൂടെ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഈ റെഡ് ഹൗസ് തിയേറ്റർ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈൻ നമ്മളെ അട്രാക്ട് ചെയ്യും. ജാപ്പനീസ് കാലത്തെ ആർക്കിടെക്ചറിലാണ് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ജമ്മു കാശ്മീരിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത മെറ്റീരിയൽസ് കൊണ്ടാണ് ഇവിടുത്തെ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കൗണ്ടറിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഗോസ്റ്റ് രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ആണ് ഇട്ടിരിക്കുന്നത്. ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മളുടെ യാത്ര തായ്വാനിലെ ഏറ്റവും വലിയ പെഡസ്ട്രിയൻസിന് വേണ്ടിയുള്ള സ്ട്രീറ്റ് ആയിട്ടുള്ള ഷിമൻഡിങ്ങിലേക്കാണ്. ഈ MRT സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഷിമൻഡിങ്ങിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാവും. തായ്വാനിലെ ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അനിമി ക്യാരക്ടേഴ്സിനെ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ തായ്വാനിലുണ്ട്. ആളുകൾ അനിമി ക്യാരക്ടേഴ്സിൻ്റെ രൂപത്തിൽ അവരുടെ വേഷം കെട്ടി സിമൻഡിംഗ് സ്ട്രീറ്റിലൂടെ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഷിമൻഡിംഗ് അനിമി ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു MRT സ്റ്റേഷനൊക്കെ നമുക്ക് അനിമി ക്യാരക്ടേഴ്സിൻ്റെ പെയിൻറ്റിങ്സ് കൊണ്ട് അലങ്കരിച്ചേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരെ എക്സിറ്റ് നമ്പർ 6 പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറി വേണം പോകാനായിട്ട്. നല്ല തിരക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അനിമി ക്യാരക്ടേഴ്സിനെ ഈ മെട്രോയുടെ പുറത്തേക്കുള്ള വഴിയിൽ ഇരുവശങ്ങളിലും പ്രദർശിപ്പിച്ചേക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഷിമൻഡിങ്ങിൽ നമ്മൾ എക്സിറ്റ് നമ്പർ 6 എത്തിയിരിക്കുകയാണ് MRTയിൽ നിന്ന്. പുറത്തേക്ക് നോക്കുമ്പോൾ വളരെ വലിയൊരു ജനക്കൂട്ടത്തെ നമുക്കിവിടെ കാണാം. വളരെ വലിയൊരു ജനക്കൂട്ടത്തെ നമുക്ക് കാണാം. ഇവിടെ ഷിമൻഡിങ്ങിൽ നമ്മൾ എക്സിറ്റ് നമ്പർ 6 എത്തുമ്പോൾ തന്നെ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെങ്കിലും ക്രിസ്മസ് ട്രീ ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ന്യൂ ഇയർ വരെ ഈ ഒരു ക്രിസ്മസ് ട്രീ ഇവിടെ തന്നെ ഉണ്ടാവും. അത്യാവശ്യം നല്ല ജനക്കൂട്ടമാണ് ഇവിടെ ഷിമൻഡിങ്ങിലുള്ളത്. നമ്മൾ MRT സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് കുറച്ചുകൂടി വന്നപ്പോഴാണ് ഇവിടെ വലിയൊരു ക്രിസ്മസ് ട്രീ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ പിന്നിൽ കാണുന്ന ഇവിടുത്തെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുന്ന സ്പോട്ടാണ്. തായ്പേ എന്ന റോട്ടിൽ എഴുതിയിരിക്കുന്ന ആ ഒരു സ്പോട്ട് ഒരുപാട് ഫോട്ടോസ് നമുക്ക് യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിൽ കാണാൻ സാധിക്കും. റോട്ടിൽ വളരെ കളർഫുള്ളായിട്ട് തായ്പേ എന്ന് എഴുതിയിട്ടുണ്ട്. ഷിമൻഡിങ് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ബോർഡ് നമുക്ക് കാണാം. വെൽക്കം ഷിമൻ വോക്കർ എന്നതിൽ എഴുതിയിട്ടുണ്ട്. ഷിമൻഡിങ് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ തൊട്ടരികിലായിട്ടൊരു പുരാതനമായിട്ടുള്ള ഒരു വളരെ പ്രശസ്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. നമ്മളിതാ ഫ്രണ്ടിൽ കാണുന്നതാണ്. നമുക്ക് അവിടെ പോയി അതുകൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഷിമൻഡിങ് വാക്കിംഗ് ആസ്വദിക്കാം. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഈ റെഡ് ഹൗസ് തിയേറ്റർ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈൻ നമ്മളെ അട്രാക്ട് ചെയ്യും. ജാപ്പനീസ് കാലത്തെ ആർക്കിടെക്ചറിലാണ് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1908 ജാപ്പനീസ് കൊളോണിയൽ കാലത്താണ് ഈ ഒരു റെഡ് ഹൗസ് തിയേറ്റർ ഇവിടെ സ്ഥാപിക്കുന്നത്. ഈ റെഡ് ഹൗസ് തിയേറ്ററിൻ്റെ മുന്നിലായിട്ട് നിരവധി ഷോപ്പുകൾ, നിരവധി ഫുഡ് സ്റ്റോളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ഒരു വൈകുന്നേരത്തോടു കൂടി ഇതെല്ലാം കൂടുതലായിട്ടും ആക്റ്റീവ് ആവുകയുള്ളൂ. റെഡ് ഹൗസ് തിയേറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയ തായ്വാൻ ഫ്ലാഗ് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ റെഡ് ഹൗസ് തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറുകയാണ്. റെഡ് ഹൗസ് തിയേറ്റർ ആദ്യം ഇത് നിർമ്മിക്കുമ്പോൾ ഇതൊരു മാർക്കറ്റായിട്ടാണ് ഡിസൈൻ ചെയ്തത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഒരു മാർക്കറ്റായിട്ടാണ് ഡിസൈൻ ചെയ്തത്. എന്നാൽ 1945 മുതലാണ് ഈ ഒരു റെഡ് ഹൗസിനെ അവർ തിയേറ്ററാക്കി മാറ്റിയത്. 2000 ഈ ഒരു തിയേറ്ററിന്, ഈ ഒരു ബിൽഡിങ് ഭീകരമായൊരു തീപിടുത്തത്തിനിരയാവുകയും 2007 വീണ്ടും ഇത് തായ്വാൻ്റെ ഇപ്പോഴത്തെ ഗവൺമെൻറ് റിനോവേറ്റ് ചെയ്ത് ഇന്ന് കാണുന്ന ഈ ഒരു രീതിയിലാക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളിപ്പോൾ റെഡ് ഹൗസ് തിയേറ്ററിലെ കൾച്ചറൽ ആൻഡ് ക്രിയേറ്റീവ് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് കൂടുതൽ കൾച്ചറൽ ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസാണ്. ഇവിടെ ഒരുപാട് മിനി മ്യൂസിക് ബോക്സുകൾ കാണാം. വളരെ മനോഹരമായിട്ട് ഇത് കറങ്ങുകയും ഒപ്പം തന്നെ മ്യൂസിക് കേൾക്കുകയും ചെയ്യും. നമുക്ക് സെൽഫ് സർവീസ് ആയിട്ട് തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റിലും അതിൻ്റെ പ്രൊഡക്റ്റ് കോഡ് എഴുതിയിട്ടുണ്ട്. 348 നമുക്ക് അടിച്ചു നോക്കാം. ആ പ്രൊഡക്റ്റ് കോഡ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ 348 കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ മ്യൂസിക്കും നമുക്ക് കേൾക്കാൻ സാധിക്കും. മിനി മ്യൂസിക് ഗോ അറൗണ്ട് മ്യൂസിക് ബോക്സ് എലിഫൻറ്റ്സ് ടീ ടൈം 980 NTD ആണ് അതിൻ്റെ പ്രൈസ്. ഇതിവിടെ ഇത് വെച്ചിട്ടുമുണ്ട്. എന്തൊക്കെ ടെക്നോളജിയാണല്ലേ. നിരവധി ക്രിയേറ്റീവായിട്ടുള്ള ഗിഫ്റ്റുകളും മറ്റ് പ്രൊഡക്റ്റുകളും സുവനീറുകളും ഒക്കെ ഉണ്ട്. മനോഹരമായിട്ടുണ്ട്. ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് തന്നെ മനോഹരമായിട്ടാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ തായ്പേ 101 അതിനെ ചുറ്റിക്കറങ്ങുന്ന ഒരു വണ്ടിയും നമുക്ക് കാണാം. തായ്പേ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബസ് അതിനെ ചുറ്റിക്കറങ്ങുന്നതും കാണാം. ക്രിയേറ്റീവ് ആൻഡ് കൾച്ചറൽ ഷോപ്പ് വളരെ വ്യത്യസ്തമാണ്. വ്യത്യസ്ത രീതിയിലുള്ള സുവനീറുകളും
ഗിഫ്റ്റുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ കണ്ട ഒരു അട്രാക്റ്റീവായിട്ടുള്ള കാര്യമാണ് ഇന്ത്യ ഹാൻഡ് ക്രാഫ്റ്റ് മീറ്റ്സ് തായ്വാൻ ഡിസൈൻ. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള എന്ത് ക്രാഫ്റ്റാണ് ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം. ഇതാണ് മുമ്പേ നമ്മൾ പറഞ്ഞ ആ ഒരു ഷോപ്പ്. ഒരുപാട് കോട്ടൺ വെറൈറ്റീസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ജമ്മു കാശ്മീരിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത മെറ്റീരിയൽസ് കൊണ്ടാണ് ഇവിടുത്തെ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാം 100% കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, ഇവർക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൻ്റെ 10% ഇന്ത്യയിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവർ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ നല്ല കാര്യം. അജ്രക്, ഇൻഡിഗോ, കലങ്കാരി, ഇക്കത്ത് തുടങ്ങിയ പ്രിൻ്റുകളിലുള്ള വർക്കുകളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. എന്തായാലും നമ്മൾ തായ്വാനിൽ ഇതുവരെ കണ്ട അടിപൊളിയൊരു ഷോപ്പാണിത്. അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഈ സ്റ്റോളുകളൊക്കെ ഏകദേശം ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ഫുഡ് സ്റ്റോളുകളായിരുന്നില്ല. ഗിഫ്റ്റുകളും മറ്റ് സുവനിയേഴ്സും ഒക്കെ അടങ്ങുന്ന അത്തരം ഷോപ്പുകളാണ് കൂടുതലും. ഫുഡ് ഷോപ്പുകളുമുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ഈ റോഡ് ക്രോസ് ചെയ്ത് വീണ്ടും നമുക്ക് ആദ്യം വന്ന ഷിമൻഡിങ്ങിലെ ആ വാക്കിംഗ് സ്ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. തായ്വാനിൽ ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ്. ഇതായിപ്പോൾ ഷിമൻഡിങ്ങിലെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അളക്കുന്ന തെർമോമീറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതായിപ്പോൾ ഇന്നത്തെ തണുപ്പ് 13 ഡിഗ്രി സെൽഷ്യസ് ആണ്. വീണ്ടും നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഷിമൻഡിങ് സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വരും ഇവിടെ ഒന്ന് സെൽഫി എടുക്കാനായിട്ട്. ഇവിടെ തായ്വാനിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡോഗ്സാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്നേഹിച്ച് വളർത്തുന്ന പെറ്റായിട്ടുള്ള ആനിമൽ. അപ്പം ഈ ഒരു ഷോപ്പിൽ നമുക്ക് നോക്കിയാൽ പല ടൈപ്പിലുള്ള ഡോഗ്സിനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ ആൾക്കാർ ബൊമ്മ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇവിടെയാണ്. പ്രായമായ ആളുകൾ പോലും ഈ ബൊമ്മകൾ പേഴ്സിലും അവരുടെ ബാഗിലുമൊക്കെ തൂക്കിയിടുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടെ തായ്വാൻ ആൾക്കാരെക്കാളും കൂടുതൽ ഫോറിനേഴ്സാണ് ഏറ്റവും അധികം ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് റോഡിൻ്റെ ഇരു സൈഡിലും ഒരുപാട് സുവനിയർ ഷോപ്പുകൾ കാണാൻ സാധിക്കും. തായ്പേ 101ൻ്റെയും തായ്വാനിലെ ഓരോ ലാൻഡ്മാർക്കുകളുടെയും ഒക്കെ സുവനിയറുകൾ സുലഭമായിട്ട് ഇവിടെ ലഭിക്കുന്ന കടകളാണ് ഇതൊക്കെ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഷോപ്പിലൊക്കെ. ആക്ച്വലി ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ലൈവ് ആണെന്നുള്ളത്. ഇത് നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ? ബലൂൺ. നമ്മുടെ നാട്ടിലും സുലഭമായിട്ടുള്ള ഒരു സാധനം ഇവിടെ കണ്ടിട്ടുണ്ട്, ബലൂൺ. ഇവിടെ ഒരു സർക്കസ് നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ, ഒന്നും പറയാനില്ല, എക്സലൻ്റ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സേഫ്റ്റി മെഷേഴ്സും യൂസ് ചെയ്തിട്ടില്ല. അതാണ് ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. അങ്ങനെ ആ സർക്കസ് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഷിമൻഡിങ് സ്ട്രീറ്റ് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് രണ്ട് സൈഡിലേക്കും ഡൈവേർട്ട് ചെയ്ത് പോകാൻ സാധിക്കും. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മളിവിടെ കണ്ടായിരുന്നു. ഈ ക്യാരക്ടർ ഫിലിമിലും കാർട്ടൂണിലും ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സിൻ്റെ കൂടെ നമുക്ക് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഇതേതോ ഗോസ്റ്റ് ഫിലിമാണ്. ചൈനീസ് ഓർ ജാപ്പനീസ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആവാനാണ് സാധ്യത. ഇവിടെ ഈ കൗണ്ടറിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഗോസ്റ്റ് രീതിയിലുള്ള കോസ്റ്റ്യൂംസാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇവിടുത്തെ കുറച്ച് ഫുഡ് ഐറ്റംസ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. റോഡ് സൈഡിൽ കൂടെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ റോസ്റ്റഡ് ബേർഡൊക്കെ നമുക്ക് കിട്ടും. 1 മഞ്ചിന് $30. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാടമുട്ടയാണ്. ഇത് കാടമുട്ട പൊട്ടിച്ച് കഴിക്കാൻ നമുക്കിത് കാണാൻ പറ്റും. അതിൽ സോസ് മുക്കിയാണ് നമുക്ക് തരുന്നത്. ശിശിയെ നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന്. ചൂടായിരിക്കും. കൊള്ളാം.
നല്ല കാടമസ്റ്റ മുട്ട റോസ്റ്റാണ്. ആ സോസിന്റെ ഒരു ഹൈലൈറ്റ് ചെയ്ത് സോസും കൊള്ളാം. ആദ്യം ട്രൈ ചെയ്ത ഐറ്റം നന്നായിട്ടുണ്ട്. അടുത്തത് കട്ടിൽ ഫിഷ് ബോള് ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം ക്യൂ ഉണ്ട്. ഇതും കൂടെ നമുക്ക് ഒരെണ്ണം ട്രൈ ചെയ്യാം. $35 ഒരു കട്ടിൽ ഫിഷ് മഞ്ചിന്. അതിൽ പെപ്പറൊക്കെ ഇട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മുടെ ഈ കട്ടിൽ ഫിഷ് ഫ്രൈ, കൂന്തൽ ഫ്രൈ നമ്മൾ മേടിച്ച് കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. നല്ല ചൂടാണ് കണവ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദേവു സ്റ്റാർട്ട്. ചൂട് പോയോ? എങ്ങനെയുണ്ട്? കൊള്ളാമെന്നാണ് തോന്നുന്നത്. എക്സ്പ്രഷൻ നോക്കിയിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതൊരെണ്ണം ഞാനും ട്രൈ ആണ്. കണവ ഫ്രൈ പെപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്, സോൾട്ടും ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല ചൂടാ, അത്യാവശ്യം ചൂടാണ്. അതുകൊണ്ട് പറയണമെന്ന് വിചാരിച്ചൊന്നും പറയാൻ പറ്റിയില്ല. പിന്നെ ബോള് കാണുമ്പോൾ ചെറുതാണ്ട് നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊള്ളാം. പിന്നെ നല്ല പെപ്പറൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റുണ്ട്. എന്തായാലും ഇത് കൊള്ളാം.